ഇനിയിപ്പോ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പാർട്ടി ചേരാൻ സാധ്യതയുണ്ടോ? ചേരാൻ സാധ്യതയില്ല സാറേ. പക്ഷെ രാഷ്ട്രീയം എന്നിലേക്ക് വന്ന് ചേരാനുള്ള രാഷ്ട്രീയം എന്നിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയത്തില്ല. മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആകില്ല ജീവിതത്തിൽ നടപ്പിലാക്കിയത്. നാട്ടിൽ പണ്ടൊരു ജ്യൂസ് നടത്തിയിരുന്നു, കോട്ടാത്തലായിരുന്നു അത് അല്ലേ? മാത്രമല്ല എനിക്ക് തോന്നുന്നത് സിനിമയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നാട്ടിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരച്ചെന്ന് കേട്ടു. ഒരു സ്കൂളിലെങ്ങാണ്ട് ഒരു ഉദ്ഘാടനത്തിന് പോയില്ലേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്? ഇത് ആരോടാ പറഞ്ഞു വരുത്തിയത് അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന്? അല്ല, അത് ഞാൻ ട്യൂട്ടറി പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നതായിരുന്നു. ഞാൻ 18ാമത്തെ വയസ്സോട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏത് ഈ കോട്ടാത്തലയോ? അല്ല, പല കൊട്ടാരക്കരയിലും പുത്തൂരും ഒക്കെ പലയിടത്ത് സ്പെഷ്യൽ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ ജോലിയൊക്കെ കളഞ്ഞ ആ സമയം, ജോലി കളയുന്ന സമയം കളഞ്ഞിട്ടില്ല, അപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ഇതൊക്കെ പിള്ളേരെ മുമ്പിൽ തള്ളിയൊക്കെ തള്ളലുണ്ട്. തള്ളയൊന്നുമില്ല. അത് സാറിന് അത്ര ആരുണ്ട്? അല്ല, എന്നെക്കാളും തള്ളെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടപ്പോഴേ എനിക്കൊരു ബഹുമാനം തോന്നി. സത്യം. ഒരു നാട്ടുകാരായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി എന്തായാലും കൊട്ടാരക്കാരി പോട്ടെ, അവിടെ അടിച്ചു തീരണ്ട. ഓക്കെ, എന്നിട്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് പിള്ളേരുടെ. അപ്പൊ അതിലൊരു പയ്യൻ പോയിട്ട് ഒരു സ്കൂളിൽ പോയിട്ട് പറഞ്ഞു അവരുടെ ഫംഗ്ഷന് ഞാൻ അഖിലണ്ണൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. പക്ഷെ സിനിമ കണ്ടിട്ടുണ്ടോ? ഷൂട്ട് കണ്ടിട്ടുണ്ടോ? അന്ന് ഞാൻ പക്ഷേ ലൊക്കേഷനിലൊക്കെ പോകുന്നുണ്ട്. ചാൻസ് ചോദിച്ചു ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ? അഭിനയമാണോ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, സംവിധാനം തന്നെ. എനിക്ക് അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സംവിധായകൻ എഴുത്തുകാരനായിട്ട് തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹം. അല്ല, ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഈ ചെറുക്കൻ കയറി എന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ പോയി സ്കൂളിൽ ഉദ്ഘാടനമൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്ത് ജ്യൂസ് കടത്തുന്നത്. ആൽക്കമിസ്റ്റ് എന്നാ ജ്യൂസ് കട. അത് പൗലോ കൊയ്ലോയുടെ പുസ്തകം വായിച്ചിട്ട് ഈ ആ സമയത്ത് ജീവിക്കാൻ വേറെ ആര് ചുറ്റിനും കണ്ടാലും കളിയാക്കലും പരിഹാസമല്ലേ ഉള്ളൂ. അല്ല, ചെറുത്. ഞാൻ ആദ്യം വിചാരിച്ച റോഡ് സൈഡിൽ നിന്ന് ഈ ബത്തക്ക വിൽക്കുന്ന കച്ചവടം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല. ഞാൻ വിചാരിച്ച് ചൂടുകാലം ആകുമ്പോഴത്തേക്ക് തണ്ണിമത്തം കട്ട് ചെയ്ത് തൊട്ട് ആൾക്കാർക്ക് കൊടുക്കാം. അങ്ങനെ അതാണ് ലോക്കൽ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ഒരു ഗതിയും പറയുന്നില്ലാത്ത എനിക്ക് വന്ന് 2-3 അസിസ്റ്റന്റുകളുണ്ട്. അപ്പൊ ഇവന്മാർക്ക് കൂടെ എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ആവട്ടല്ലോ എന്ന് കരുതി നേരത്തെ ജോലി ചെയ്ത സമയത്ത് കൊടുത്തിരുന്ന LIC ഒക്കെ പിടിച്ചിട്ട് ഇച്ചിരിയും കൂടെ ഒരു കടയൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആൽക്കമിസ്റ്റ് എന്ന പേരിട്ടത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന കഥയാണല്ലോ ആൽക്കമിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ആ പേരൊക്കെ അങ്ങനെ ഇട്ടു, ജ്യൂസ് കടയൊക്കെ ഇട്ടു. ഈ സ്കൂളിൽ പോയി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് ഉദ്ഘാടനം ചെയ്തു. പോയി നന്നായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ചെന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് അത്ര വർക്കായില്ല. കാര്യം എനിക്ക് 21 വയസ്സല്ലേ ഉള്ളൂ. ഇവര് വിചാരിച്ച് അന്ന് ഈ സഹസംവിധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാ മോനെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന ഇങ്ങനെ ബുൾഗാനൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഈ മുടിയൊക്കെ വളർത്തി ഇപ്പം പെൺപിള്ളേരൊക്കെ ഉള്ളടത്ത് വന്ന് സ്റ്റൈലിഷൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവനാണോ ഇവനെ വർക്കല്ല അവനെ. പക്ഷെ സംസാരിച്ച് കേട്ടപ്പോൾ ഓക്കെ, കൊള്ളാം, പയ്യൻ കൊള്ളാം, നല്ല കാര്യമൊക്കെ പറഞ്ഞു പോരുന്നു. 4ാമത്തെ 5ാമത്തെ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുണ്ട് ഒരു ബസ് വന്ന് എന്റെ ഫ്രണ്ടിൽ. ഈ സ്കൂൾ ബസ്സാ. താഴെ നിർത്തേണ്ട ബസ്സായത്. താഴെ എവിടെയോ നിർത്തേണ്ടതാ. ഏതാണ്ട് ചെറുക്കൻ അതിനകത്ത് പിടിക്കണോന്ന് പറഞ്ഞിട്ട് ഈ ബസ് കൊണ്ട് ഞങ്ങളെ കടയുടെ മൂലിയുടെ സൈഡിൽ കൂടെ പിടിക്കാൻ പാവും. അവിടെ കൊണ്ടങ്ങ് നിർത്തി. അപ്പൊ ഈ ഞാൻ ജ്യൂസ് അടിക്കുന്നു, പിള്ളേര്. അപ്പൊ ഈ കൊച്ചു പിള്ളേരെ സംബന്ധിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ സിനിമാക്കാരെന്നൊക്കെ പറഞ്ഞ ബെൻസുകാരി നടക്കുന്ന വലിയ ആളാ. ജ്യൂസ് അടിക്കുന്നവനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല, കടയും പൂട്ടി. അത് പിന്നെ ഒരു പനി വന്നു, ഡെങ്കിപ്പനി അടിച്ചു. അങ്ങനെ കുറച്ചാലേ ജ്യൂസ് കടയൊക്കെ ഉണ്ടായിരുന്നു. ഏതെല്ലാം പൊട്ടിയിട്ടുണ്ട് അഭിമാനപൂർവ്വം. എല്ലാം കൂടെ ഈ വെറൈറ്റി ഐറ്റംസിൽ വേറെ ഏത് കട നടത്തി? പിന്നെന്ന് വെച്ചാൽ ഞാൻ ഈ അതെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നമ്മൾ ഈ തെങ്കാശിയിലും വല്ലത്തൊക്കെ സാധനം അറിയാലോ, ഒരുപാട് മാമ്പഴ മാർക്കറ്റുകൾ, തോട്ടങ്ങളുണ്ട്. അപ്പൊ എപ്പം കറങ്ങാൻ പോയാലും നേരെ കാരണത്ത് മാങ്ങകൾ ഒരു 10-200-300 കിലോ മാങ്ങ പറക്കിയിടുക. ആ കറങ്ങാൻ പോകുന്ന എന്റെ പൈസ കിട്ടണമല്ലോ. നേരെ റോട്ടി വന്നിരുന്നുണ്ട്. കിലോ 10 വാ. അപ്പൊ ആ നാട്ടുകാർക്ക് ലാഭോ കിലോ 10 എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഉച്ചത്തിലൊക്കെ അപ്പുറം കേൾക്കും. ഞാൻ ഇങ്ങനെ വിളിക്കും. ഞാൻ വിളിക്കും എന്റെ കച്ചവടമൊക്കെ വേറെ സ്റ്റൈലാ. ഈ ഞാനിങ്ങനെ വളരെ കാഷ്വലി സംസാരിക്കുന്നുണ്ട്. ഞാൻ ചൂടായാലും ചില ആൾക്കാർ കാര്യമാക്കത്തില്ല. കാര്യം ഞാൻ ആ സരസമായിട്ട് ചിലപ്പോൾ തന്തയ്ക്ക് വിളിച്ചോളാം. ഞാൻ അങ്ങനൊക്കെ ഒരു അപ്പൊ ഞാൻ റോട്ടിൽ തന്നെ വിളി. ഞാൻ ഇവിടെ ഒരു മാങ്ങ കൊണ്ടെടുത്ത് കഴിക്കാട്ട്. അവരുടെ അല്ല വേണ്ടെങ്കിലേ ചുമ്മാ കണവണ പറയാതെ നീ ഒരു പീസം കൊണ്ടെടുത്ത് കഴിക്കടേ, പോയി എടുത്ത് കഴിക്കുക. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാ ഇയാള് അങ്ങോട്ട് മേടിച്ചോണ്ടു, 2 കിലോ കൊണ്ട് മേടിച്ചോണ്ടു. അല്ല വേണ്ട, ഞാൻ പിന്നെ എന്തോ ഉണ്ടാക്കാൻ എടുത്ത് വെച്ച് കഴിച്ചത് ഇങ്ങോട്ട് മേടിച്ചോണ്ട് പോയിട്ട് നീ വല്ല കാര്യം അവനെ മേടിച്ചോണ്ട് പോകും. സംഭവം നമ്മളന്ന് 100 രൂപയ്ക്ക് 2 കിലോ മാങ്ങ കിട്ടുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് 3 കിലോ മാങ്ങ കൊടുക്കും. കാരണം എനിക്ക് ലാഭമാണ്. എനിക്കിതിനകത്ത് നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്യാനല്ലോ. നമുക്ക് എന്തായാലും കിട്ടിയാൽ മതി. അങ്ങനെ ഈ ഒരുവിധം എല്ലാ പരിപാടിയും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഓർത്തെടുത്താൽ എനിക്ക് ചെയ്യാത്ത എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് ചിലപ്പോൾ പറയാനായിരിക്കും. അതൊക്കെ എളുപ്പം. ബാക്കി റിയൽ എസ്റ്റേറ്റ്, വസ്തു കച്ചവടം, വണ്ടി കച്ചവടം, വസ്തു കച്ചവടമൊക്കെ ഉണ്ട്. വസ്തു കച്ചവടമൊക്കെ ഉണ്ടായിട്ടാണ് സാറേ ചിലപ്പോൾ സാറിൻ്റെ ചോദിച്ചില്ലേ പൈസയൊക്കെ എങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പരിപാടി അല്ലാതെ അല്ലറ ചില്ലറ ദുബായിലും മറ്റുമൊക്കെ നടക്കുന്ന കുറെ ബന്ധങ്ങൾ ഈ ഇത്രയും വർഷം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ നല്ല ബന്ധങ്ങളാണ്.
അപ്പോൾ ആ വലിയ വലിയ ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് എന്നെ കൂടുതൽ മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഇപ്പം വലിയ വലിയ ആൾക്കാരായിട്ട് അടുപ്പമുണ്ടാകുമ്പം ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എളുപ്പമോ, അവനെ അടുപ്പിക്കരുത് എന്ന് പറയാം ഒരാൾക്ക് വിളിച്ചിട്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഏക്കത്തില്ല. കാരണം ഞാൻ എന്താണെന്ന് ക്ലിയറായിട്ട് ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യമായിട്ട് ഒരാളത്തേക്ക് ചെല്ലുമ്പോഴും അവർക്കും കൂടെ ബെനിഫിറ്റ് ആവണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദുബായൊക്കെ കേന്ദ്രീകരിച്ച് കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്.